ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 50% തീരുവ ചുമത്താനുള്ള US തീരുമാനം അമേരിക്കയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയുടെ 55%-ത്തെ ബാധിക്കുമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ. ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് വീണ്ടും 25% അധിക തീരുവ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു. ഇത് ഇനിയും കൂട്ടാനും സാധ്യതയുണ്ട്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നുവെന്ന് പറഞ്ഞാണ് ഇന്ത്യക്കെതിരെ ഈ നീക്കം നടത്തിയത്. വീണ്ടും അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടിയിൽ പ്രതികരിച്ച് ഇന്ത്യയും നിലപാട് കടുപ്പിച്ചിരുന്നു. US നടപടി അന്യായവും നീതീകരിക്കപ്പെടാത്തതുമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇന്ത്യയ്ക്ക് മേൽ അധിക തീരുവ ചുമത്താനുള്ള US തീരുമാനം അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും നിർഭാഗ്യകരമാണെന്നും ഇന്ത്യയുടെ ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. തുണിത്തരങ്ങൾ, സമുദ്രോൽപ്പന്നങ്ങൾ, തുകൽ തുടങ്ങിയ മേഖലയാണ് ഇത് സാരമായി ബാധിക്കാൻ സാധ്യതയുള്ളത്. ഈ നീക്കം ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണെന്നും US വിപണിയിലേക്കുള്ള കയറ്റുമതിയുടെ ഏകദേശം 55%-ത്തെ നേരിട്ട് ബാധിച്ചെന്നും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ DG അജയ് സഹായ് പറഞ്ഞു. ഈ അധിക പ്രഹരം കയറ്റുമതിക്കാർക്ക് ദീർഘകാല ഇടപാടുകാരെ നഷ്ടപ്പെടുത്താനിടയുണ്ടാക്കുമെന്നും ആഭ്യന്തര കയറ്റുമതിക്കാർക്ക് മറ്റ് വിപണികൾ തേടേണ്ടി വരുമെന്നും അജയ് സഹായ് പറഞ്ഞു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും 25% തീരുവ ചുമത്തിയിരിക്കുകയാണ് അമേരിക്ക. ഇതു സംബന്ധിച്ച ഉത്തരവിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചു. നേരത്തെ ചുമത്തിയ 25% തീരുവയ്ക്ക് പുറമെയാണിത്. ഇതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ആകെ തീരുവ 50%-മായി. ഇന്ത്യൻ രാജ്യങ്ങളിൽ ഏറ്റവും അധികം തീരുവ ഇന്ത്യക്കാണ്. യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്ക് മേൽ അമേരിക്കയും സഖ്യകക്ഷികളും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനിടെ റഷ്യയിൽ നിന്ന് വൻതോതിൽ ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. ഇതുവഴി റഷ്യയെ ഇന്ത്യ സഹായിക്കുന്നുവെന്നാണ് ട്രംപിന്റെ ആരോപണം. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ USഉം യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ഉന്നയിക്കുന്നത് അനീതിയാണെന്നും ഇന്ത്യ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നതിനിടയിലും റഷ്യയിൽ നിന്ന് അമേരിക്ക യുറേനിയം, ഹെക്സാഫ്ലൂറൈഡും യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ രാസവസ്തുക്കളും വാങ്ങുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അമേരിക്ക പാകിസ്ഥാനുമായി കൂടുതൽ അടുക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് പുതിയൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കാനാണ് ആഗ്രഹം. ഇതിനു പിന്നിൽ വ്യക്തിപരമായ ബിസിനസ് താൽപ്പര്യമുണ്ടെന്ന് വ്യക്തമാണ്. റഷ്യയും ചൈനയുമായി കൂടുതൽ അടുക്കാൻ ഇന്ത്യ ഇനി ശ്രമിക്കും. ഇതിലൂടെ പാകിസ്ഥാൻ വെല്ലുവിളിയെ അതിജീവിക്കാമെന്നാണ് പ്രതീക്ഷ. ഇന്ത്യ സർക്കാർ നിലവിൽ നേരിട്ടോ അല്ലാതെയോ റഷ്യൻ ഫെഡറേഷന്റെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നുണ്ടെന്ന് താൻ മനസ്സിലാക്കുന്നുവെന്നും അതനുസരിച്ച് ബാധകമായ നിയമത്തിന് അനുസൃതമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ കസ്റ്റംസ് പ്രദേശത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ വസ്തുക്കൾക്ക് 25% അധിക തീരുവ നിരക്ക് ബാധകമായിരിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നത്.